ഞാൻ തിരിച്ച് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സ്ഥലം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചടയമംഗലം നമ്മുടെ ജഡായിപ്പാറയൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ 2 വർഷം +1 +2 പഠിച്ചത്. എനിക്കിവിടെ ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടെ ഒരുപാട് നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ്. അതുമാത്രമല്ല ഈ ഒരു അമ്പലത്തിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് അമ്പലത്തിൽ കയറിയതും അവിടെ തൊഴുതതൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. എനിക്കപ്പോൾ ഭയങ്കര ഒരുപാട് നല്ല മെമ്മറീസും ഒരുപാട് നല്ല ഫ്രണ്ട്സിനെയും കിട്ടിയൊരു സ്ഥലമാണ് ചടയമംഗലം. ഞാൻ ഇപ്പോൾ ഈ സ്ഥലത്തൂടെ പോയാലും ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് ഓരോ സ്ഥലങ്ങളും നോക്കും. ഞാൻ നടന്ന വഴികളാണെങ്കിലും ഒക്കെ ഭയങ്കര വലിയ ഓർമ്മകളാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. ഞാൻ ഇത്രയും നാളായിട്ട് ചടയമംഗലം ജഡായിപ്പാറയിൽ പോയിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും കൊല്ലമായിട്ടും എനിക്കിന്ന് പോകാനായിട്ട് പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് അവിടെയുള്ള നാട്ടുകാർക്കിത് പോയി കാണാനുള്ള സമയം ഉണ്ടാവില്ല. പകരം പല നാട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കാണാറുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് പോകാൻ പറ്റില്ല. കഴിഞ്ഞ വട്ടം ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ പല തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റിയില്ല. ഇക്കൊല്ലവും പോയില്ല. അപ്പം എന്നെപ്പോലെ ചടയമംഗലത്ത് ഇത്രയും അടുത്തായിട്ട് ആ ജഡായിപ്പാറ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ അടുത്ത വട്ടങ്ങളിൽ എനിക്കൊരു സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം.